അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മരത്തെക്കുറിച്ചുള്ള പാഠമാണ് പഠിച്ചത് അല്ലേ. നഹ്നു ദറസ്ന മിൻ ഖബൽ അനി ഷജറ ഉൻവാൻ അഷ്ഷജറത്തു തതഹദ്ദസ്, മരം സംസാരിക്കുന്നു എന്നുള്ള പാഠമാണ് പഠിച്ചത്. ഇന്ന് നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. അന്ന് ഒരു ഹിവാറ് എഴുതാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മരവും കുരങ്ങനും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം, അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു മോഡൽ ഞാൻ താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക, നോട്ടിൽ എഴുതുകയും ചെയ്യണം. ബാക്കി നോക്കാം നമുക്ക്. ഗരിഖ്തു ഗരിഖ്തു ഫി ഫിക്റിൻ അമീഖിൻ. ഗരിഖ്തു എന്ന് പറഞ്ഞാൽ ഞാൻ മുഴുകി. ഗരിഖ മുഴുകി എന്നാണ്. ഗരിഖ്തു തു എന്ന് പറഞ്ഞാൽ ഞാൻ മുഴുകി. ഫി ഫിക്റിൻ ചിന്ത, ഫിക്ർ എന്ന് പറഞ്ഞാൽ ചിന്ത. ഫി ഫിക്റിൻ എന്ന് പറഞ്ഞാൽ ചിന്തയിൽ ഞാൻ മുഴുകി. അമീഖിൻ ആഴമുള്ള ചിന്തയിൽ, ഞാൻ അഗാധമായ ചിന്തയിൽ മുഴുകി. മാ അഹ്വാൽ, ഹാല് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, അവസ്ഥ. അഹ്വാൽ അവസ്ഥകൾ. മാ അഹ്വാൽ എന്താണ് അവസ്ഥകൾ. അൽ ഇൻസാൻ മനുഷ്യന്റെ. ഇൻസാൻ അൽ ജഹൂൽ അറിവില്ലാത്ത വിവരമില്ലാത്ത മനുഷ്യന്റെ അവസ്ഥകൾ എന്താണ് എന്ന് ഞാൻ ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കുകയായിരുന്നു. ലാ യുബാലി അവൻ ഗൗനിക്കുന്നേയില്ല, ശ്രദ്ധിക്കുന്നേയില്ല. അഹമ്മിയത്ത് പ്രാധാന്യത്തെക്കുറിച്ചിട്ട് അവൻ ചിന്തിക്കുന്നേയില്ല. ആര്? മനുഷ്യൻ. നിലാമുൽ ബിഅ പ്രകൃതിയുടെ വ്യവസ്ഥകളെ കുറിച്ചിട്ട്, പ്രകൃതിയിൽ മരങ്ങൾ വേണം എന്നൊന്നും അവൻ ചിന്തിക്കുന്നില്ല. തനവ്വുഇൽ ബയോളജിയ ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അവൻ ചിന്തിക്കുന്നില്ല. എന്തങ്ങനെ പറഞ്ഞാൽ ഈ ഭൂമിയിലെ ജീവജാലങ്ങളെക്കുറിച്ചും അവയുടെ ആവാസ വ്യവസ്ഥകളെക്കുറിച്ചും ഒന്നും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. മനുഷ്യനെ തന്നെ ചിന്തിച്ചു നോക്കിയാൽ നാം ശ്വസിക്കുന്ന ഓക്സിജൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ മരം ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചിട്ടോ പ്രകൃതിയുടെ ഘടനയെക്കുറിച്ചിട്ടോ വ്യവസ്ഥകളെക്കുറിച്ചിട്ടോ ഒന്നും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. യുസ്രിഫു അവൻ അതിരുവിടുകയാണ്, ദൂർത്തടിക്കുകയാണ് അവൻ. ഇസ്രാഫ് ദൂർത്തടിക്കലാണ്, അതിരുവിടുകയാണ് മനുഷ്യൻ. ഫി ഇസ്തിഹ്ലാക്ക് ചൂഷണം ചെയ്യുന്നത്. ഇസ്തിഹ്ലാക്ക് ചൂഷണം ചെയ്യുന്നതിൽ അവൻ ദൂർത്തടിക്കുകയാണ്, അതിരുവിടുകയാണ്. എന്തിനെ ചൂഷണം ചെയ്യുക? അത്വബി ആ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ. യുഫ്സിദുഹ അതിനെ നശിപ്പിക്കുന്ന കാര്യത്തിൽ. ഇപ്പം മനുഷ്യന് പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. അവൻ പിന്നീടുള്ള ഭവിഷ്യത്തുകളെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കുകയായിരുന്നു. ആര്? മരം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഇവിടെ ഒരു ചോദ്യം, മാതാ യഫ് അലുൽ ഇൻസാൻ അൽ ജഹൂൽ അറിവില്ലാത്ത മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? അറിവില്ലാത്ത മനുഷ്യൻ മരങ്ങൾ വെട്ടിമാറ്റുന്നു അല്ലേ. മരങ്ങൾ വെട്ടിമാറ്റുകയാണ്. അത് അറബിക്കിൽ നിങ്ങൾ എഴുതണം. വെട്ടുക, മുറിക്കുക എന്നുള്ള വാക്ക് കത്വ എന്നാണ്. വെട്ടുക എന്നുള്ള വാക്ക് എന്താണ്? കത്വ എന്ന് ഇപ്പോൾ അറിയും നമ്മൾ. പുള്ളിയുള്ള കാവ് കത്വ. മുറിക്കുന്നു എന്ന് പറഞ്ഞാൽ യക്തഉ എന്ന് പറയും. നിങ്ങളത് ഒന്ന് എഴുതി ചേർക്കണം ഇവിടെ. അടുത്ത ചോദ്യം, കൈഫ നുഹാഫിദു അലാ നിലാമുൽ ബിഅ എങ്ങനെയാണ് നാം പ്രകൃതി വ്യവസ്ഥകൾ എങ്ങനെയാണ് നമുക്ക് സൂക്ഷിക്കാൻ കഴിയുക? എങ്ങനെ കഴിയുക? മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് നമുക്ക് പ്രകൃതിയുടെ വ്യവസ്ഥകൾ സംരക്ഷിക്കാൻ കഴിയുന്നതാണ്. അത് അറബിക്കിൽ ഏതാണ്? പാഠത്തിൽ നിങ്ങൾക്ക് ലഭിക്കും അത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. വമൻ യദിരി ആർക്കറിയാം. കൈഫ എങ്ങനെയാണ്. തക്കൂനു ആയിത്തീരുക. ആഖിബത്തി അന എൻ്റെ അവസാനം എങ്ങനെയായിരിക്കും, എൻ്റെ പര്യവസാനം എങ്ങനെയായിരിക്കും, എൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് ആർക്കാണ് അറിയുക? ഹൽ ആണോ. ബി ഫഅ്സിൻ
ഫഅ്സ് മഴു, ഫഅ്സിൻ ഹാദത്തിൻ മൂർച്ചയേറിയ മഴു കൊണ്ടായിരിക്കുമോ എൻ്റെ അന്ത്യമുണ്ടാവുക? ഔ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലായിരിക്കുമോ എൻ്റെ അന്ത്യമുണ്ടാവുക എന്ന് ആർക്കറിയാം? ഇത് സമിഅത്തു, ഇത് ആ സമയത്ത് സമിഅ കേട്ടു, സമിഅത്തു ഞാൻ കേട്ടു, ഇത് സമയത്തു ഞാൻ കേട്ടു. എന്ത് കേട്ടു? ലൗലാ ശബ്ദ കോലാഹൽ, മിൻ ബഈദിൻ അകലെ നിന്ന്, ദൂരെ നിന്ന് ആ സമയത്ത് ഞാൻ ശബ്ദ കോലാഹലങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്, ഭയങ്കര ശബ്ദം കേൾക്കുകയാണ് ഞാൻ. അൻഅംതുന്നദറ, ഞാൻ ശ്രദ്ധിച്ചു നോക്കി, ഞാൻ ശബ്ദം വരുന്ന ഭാഗത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചു നോക്കി. വാ അസഫാ, കഷ്ടം തന്നെയാണ് ഞാൻ കണ്ട കാര്യം. എന്താണ് കണ്ടത്? ഫമാദ, എന്താണ്? റഅയ്തു, റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അർത്ഥം. റഅയ്തു ഞാൻ കണ്ടു. ഫമാദ റഅയ്തു, എന്താണ് ഞാൻ കണ്ടത്? എന്താ കണ്ടത്? ഹഷ്ദുൻ, ഒരു സംഘം ആൾക്കാർ, മിനൻ നാസി, ജനങ്ങളിൽപ്പെട്ട ഒരു സംഘം, യുസ്രിഊന ഇലയ്യ, എന്നിലേക്ക് അവർ ധൃതി പിടിച്ചു വരികയാണ്, ഓടി വരികയാണ് ഒരു സംഘം ആൾക്കാർ. ഫരീഖുൻ, അതിലുള്ള ഒരു സംഘം, മിൻഹും, അതിൽപ്പെട്ട ഒരു സംഘം. ആ വരുന്ന സംഘത്തിൽപ്പെട്ട ഒരു സംഘം എന്താ ചെയ്യുന്നത്? യുഹാജിമൂനനി, എന്നെ ആക്രമിക്കുകയാണ്. ഹാജമ, ആക്രമിച്ചു എന്നാണ് അർത്ഥം. യുഹാജിമൂനനി, എന്നെ അവർ ആക്രമിക്കുകയായിരുന്നു. ബി അസ്ലിഹത്തിഹിം, സിലാഹുൻ എന്ന് പറഞ്ഞാൽ ആയുധമാണ്. ബി അസ്ലിഹത്തിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ ആയുധം കൊണ്ട് ഒരു സംഘം ആൾക്കാർ എന്നെ ആക്രമിക്കുകയാണ്. ഫരീഖുൻ ആഖർ, മറ്റൊരു സംഘം. ആഖർ എന്ന് പറഞ്ഞാൽ മറ്റൊരു എന്നുള്ള അർത്ഥമുണ്ട്. ആഖർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരിക അവസാനം എന്ന വാക്കാണ്. ഇവിടെ ആഖർ എന്ന് പറഞ്ഞാൽ മറ്റൊരു എന്നർത്ഥം കൂടിയുണ്ട്. ഫരീഖുൻ ആഖർ, മറ്റൊരു സംഘം, യഖൂമൂന ബി, നിലകൊള്ളുകയാണ്. എന്തിന്? അദ്ദിഫാഇ, എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്ന കൂട്ടത്തിലെ ഒരു സംഘം എന്ത് ചെയ്യുന്നുണ്ട്? എന്നെ ആക്രമിക്കുന്നുണ്ട്. മറ്റൊരു സംഘം എന്നെ ആക്രമിക്കുന്നത് തടയുന്നുമുണ്ട്. ബിദ്ദിഫാഇ അന്നി, എന്നെ തടയുകയാണ്. റാഫിഈന, ഉയർത്തിക്കൊണ്ട്, അൽ ഹുത്താഫാത്ത്, മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അവർ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ഒരു സംഘം ആൾക്കാർ. വഫി അയാദീഹിം, യദുൻ എന്നതിൻ്റെ ജമ്മാണ് ഐദുൻ, കരങ്ങൾ, കൈകൾ. വഫി അയാദീഹിം, അവരുടെ കൈകളിൽ എന്താണുള്ളത്? അല്ലാഇഹാത്ത്, പ്ലക്കാർഡുകളുണ്ട്. പ്ലക്കാർഡുകൾ കൈകളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സംഘം ആൾക്കാർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. മറ്റൊരു സംഘം ആൾക്കാർ അവരുടെ കൈകളിൽ മൂർച്ചയേറിയ ആയുധങ്ങളാണുള്ളത്. ആയുധങ്ങൾ കൊണ്ട് എന്നെ ആക്രമിക്കുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ മുദ്രാവാക്യം താഴെ കൊടുത്തിട്ടുണ്ട്. നഖ്റൗ അൽ ഹുത്താഫ്, മുദ്രാവാക്യം നമുക്ക് വായിക്കാം. ഹൗലൽ ഹിഫാലി, സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള, അലൽ ബിയ, പ്രകൃതിയെ, അല്ലെ, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള മുദ്രാവാക്യം നമുക്ക് വായിക്കാം. വനുലീഫു ഇലൈഹി, നമുക്കതിലേക്ക് കൂട്ടിച്ചേർക്കാം. അപ്പം നമ്മുടെ വകയും മുദ്രാവാക്യം ഇവിടെ എഴുതാം. മുദ്രാവാക്യം വിളിക്കാൻ നമുക്കറിയാം. മുദ്രാവാക്യം വിളിക്കാൻ ഉഷാറാണ് ചില കുട്ടികൾ, അല്ലേ? സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടാകും മുദ്രാവാക്യം, അല്ലേ? ഇന്നേ സമരം സൂചന മാത്രം, അല്ലേ? സമരം ആടിപ്പടരും മുമ്പേ, നല്ല ഈണത്തിലുള്ള മുദ്രാവാക്യമാണ്, കേൾക്കാൻ നല്ല രസമാണ്, അല്ലേ? നമുക്ക് അറബിക്കലൊന്ന് മുദ്രാവാക്യം വിളിച്ചു നോക്കിയാലോ? ഇതുവരെ നിങ്ങൾ കേട്ടത് മലയാളത്തിലുള്ള മുദ്രാവാക്യമാണ്. അറബിക്കിലായാലോ? കോമോ കോമോ ബിത്തശ്ചീർ, വിളിച്ചോളൂ, നിങ്ങൾ ഉറക്കെ മുദ്രാവാക്യം വിളിച്ചോളൂ. അറബിക്കിലാണ് വിളിക്കേണ്ടത്. കോമോ കോമോ ബിത്തശ്ചീർ, കോമോ ലിദ്ദൻ ലിൽഇഖ്തിലാഫ്, ലിദ്ദൻ ലിദ്ദൻ യാ ഇഖ്വാൻ.
ഹയ്യ ഹയ്യ യാ ഇഖ്വാൻ, ഹയ്യ നഗ്റുസ് ഹയ്യ നഹ്മി, ഹയ്യ 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 നഗ്റുസ്. അല്ലേ? എന്താ അർത്ഥം ഇതിൻ്റെ? ഖൂമു ഖൂമു ബിത്തശ്ജീർ, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. തശ്ജീർ, മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ നിങ്ങൾ നിലകൊള്ളൂ. ഖൂമു ലിദ്ദൻ ലിൽ ഇത്ലാഫ്, ഇത്ലാഫ് നശിപ്പിക്കുക, നശിപ്പിക്കുന്നതിനെതിരായിട്ട് നിങ്ങൾ നിൽക്കൂ. ഖൂമു, ഖൂമു ബി എന്ന് പറഞ്ഞാൽ നിലകൊള്ളുക, ഖൂമു എന്ന് പറഞ്ഞാൽ നിൽക്കൂ. മരങ്ങൾ നശിപ്പിക്കുന്നതിന് എതിരെ നിൽക്കൂ. ലിദ്ദൻ ലിദ്ദൻ, ലിദ് എന്ന് പറഞ്ഞാൽ എതിരെ എന്നാണ് അർത്ഥം. ലിദ്ദൻ ലിദ്ദൻ യാ ഇഖ്വാൻ, സഹോദരങ്ങളെ എതിരായി നിൽക്കൂ നിങ്ങൾ. ഹയ്യ ഹയ്യ യാ ഇഖ്വാൻ, വരൂ വരൂ. ഹയ്യ ഹയ്യ വരൂ. യാ ഇഖ്വാൻ, സഹോദരങ്ങളെ വരൂ, വരുവിൻ നിങ്ങൾ. ഹയ്യ നഗ്റുസ്, നമുക്ക് നടാം. ഹയ്യ നഹ്മി, നമുക്ക് സംരക്ഷിക്കാം. ഹയ്യ 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 വരൂ, വരുവിൻ വരുവിൻ. നഗ്റുസ്, നമുക്ക് നടാം. അപ്പോൾ ഇത് അറബിക്കിലുള്ള മുദ്രാവാക്യം അല്ലേ? ഖൂമു ഖൂമു ബിത്തശ്ജീർ, ഖൂമു ലിദ്ദൻ ലിൽ ഇത്ലാഫ്, ലിദ്ദൻ ലിദ്ദൻ യാ ഇഖ്വാൻ, ഹയ്യ ഹയ്യ യാ ഇഖ്വാൻ, ഹയ്യ നഗ്റുസ് ഹയ്യ നഹ്മി, ഹയ്യ 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 നഗ്റുസ്. ബാക്കി നിങ്ങൾ ഇതുപോലെ ഉറക്കെ മുദ്രാവാക്യം വിളിക്കണം. എന്നിട്ട് ഇവിടെ എഴുതുകയും വേണം. എഴുതി കാണിച്ചു തരണം നിങ്ങൾ. ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങൾ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. സ്ക്രീനിൽ കണ്ടല്ലോ നിങ്ങൾ. എല്ലാവരും റെഡിയായില്ലേ മുദ്രാവാക്യം വിളിക്കാൻ? എന്നാൽ വിളിച്ചോളൂ. പതുക്കെ വിളിച്ചാൽ മതി, വീട്ടിലുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ആവരുത്. ഹയ്യ ഹയ്യ ഇഖ്വാനി, ഹയ്യ നഹ്മി അൽ-അശ്ജാർ, ഹയ്യ ഹയ്യ ഇഖ്വാനി, ഹയ്യ നഹ്മി അൽ-അശ്ജാർ, നഹ്ഫദ് അശ്ജാർ നഹ്ഫദ് അഗ്റസ്, ഹയ്യ നഹ്മി അൽ-ബിആ, ഹയ്യ ഹയ്യ ഇഖ്വാനി. അല്ല, നമ്മൾ നേരത്തെ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഹയ്യ ഹയ്യ വരുവിൻ വരുവിൻ, ഇഖ്വാനി സഹോദരങ്ങളെ വരുവിൻ വരുവിൻ. ഹയ്യ നഹ്മി, നമുക്ക് സംരക്ഷിക്കാം. അൽ-അശ്ജാർ, മരങ്ങൾ നമുക്ക് സംരക്ഷിക്കാം, നമുക്ക് മരങ്ങൾ സംരക്ഷിക്കാം. നഹ്ഫദ് അശ്ജാർ, നമുക്ക് സംരക്ഷിക്കാം മരങ്ങൾ. അല്ല, നഹ്ഫദ് നമുക്ക് സംരക്ഷിക്കാം. അഗ്റാസ്, ചെടികൾ നമുക്ക് സംരക്ഷിക്കാം. ഹയ്യ നഹ്മി അൽ-ബിയ, ഹയ്യ വരൂ വരുവിൻ. നഹ്മി, നമുക്ക് സംരക്ഷിക്കാം. അൽ-ബിയ, പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാം. അപ്പോൾ ഇതുപോലെ മുദ്രാവാക്യം വിളിക്കാൻ അറിയുന്നവർക്ക് ഇനിയും വിളിക്കാം. നോട്ടിൽ ഇതിൻ്റെ താഴെ എഴുതണം എന്ന് മാത്രം. ഈ കാര്യങ്ങളൊന്ന് നോട്ടിൽ നിങ്ങൾ എഴുതണം. ഇനി നമുക്ക് ബാക്കി നോക്കാം. മർറത്തുൽ അഅ്വാം, മർറത്തുൽ അഅ്വാം, വർഷങ്ങൾ കടന്നുപോയി. ആമുൻ അഅ്വാമുൻ, വർഷങ്ങൾ കടന്നുപോയി. ലഉഫത്ത് ഖുവ്വത്തി, ലഉഫ എന്ന് പറഞ്ഞാൽ ശക്തി കുറഞ്ഞു, ഞാൻ ബലഹീനനായി. ഖുവ്വത്തി, എൻ്റെ ശക്തി, എൻ്റെ ശക്തിയൊക്കെ കുറഞ്ഞു. അല്ല, വർഷങ്ങൾ വയസ്സ് കൂടുമ്പോൾ നമുക്കുള്ള ശക്തിയൊക്കെ കുറയും. വലബുലത്ത്, വാടി. എന്താ വാടിപ്പോയത്? സഹ്റത്തി, എൻ്റെ പുഷ്പങ്ങൾ, എന്നിലുണ്ടായ പുഷ്പങ്ങളൊക്കെ വാടിപ്പോയി. തസാഖത്ത്, കൊഴിഞ്ഞു വീണു. ഔറാഖി, എൻ്റെ ഇലകൾ, എന്നിലുണ്ടായ ഇലകളൊക്കെ കൊഴിഞ്ഞു വീണു. പുഷ്പങ്ങളൊക്കെ വാടിപ്പോയി. എൻ്റെ ശക്തികളൊക്കെ ദുർബലമായി. യബിസത്ത്, ഉണങ്ങി. യബിസ, ഉണങ്ങി. അഗ്സ്വാനി, എൻ്റെ ശിഖിരങ്ങൾ, എൻ്റെ കൊമ്പുകളൊക്കെ ഉണങ്ങിപ്പോയി. കമാ വഹനത്ത് ജുദൂരി, കമാ വഹന, ദുർബലമായതുപോലെ. ജുദൂറി, ജുദൂറി എന്ന് പറഞ്ഞാൽ വേരുകൾ, എൻ്റെ വേരുകളൊക്കെ ദുർബലമായി. അല്ല, ശിഖിരങ്ങളൊക്കെ ഉണങ്ങി, ഇലകളൊക്കെ താഴെ വീണു, പുഷ്പങ്ങളൊക്കെ വാടിപ്പോയി, എൻ്റെ ശക്തി കുറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. യൗമൻ, ഒരു ദിവസം. തജമ്മഅത്ത്, ഒരുമിച്ച് കൂടി. ഹൗലി, എൻ്റെ ചുറ്റും, എനിക്ക് ചുറ്റും ഒരുമിച്ച് കൂടി ഒരു ദിവസം. ആര്?
മൻ ജമഅ അത്തുയൂർ തുയൂർ മാന പക്ഷികൾ. അത്തുയൂർ പക്ഷികൾ ഒരുമിച്ച് കൂടി, വൽ ഹയവാനാത്ത് മൃഗങ്ങളും ഒരുമിച്ച് കൂടി, വൽ അത്തുഫാൽ ത്വിഫ്ലുൻ അത്തുഫാൽ കുട്ടികൾ അല്ലെ, കുട്ടികളും മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഒരു ദിവസം എനിക്ക് ചുറ്റും ഒരുമിച്ച് കൂടി. വജമീഉ എല്ലാവരും, മൻ യുഹിബ്ബുനി എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് ചുറ്റും ഒരു ദിവസം ഒരുമിച്ച് കൂടി. വയബ്ദഉ ബദഅ ആരംഭിച്ചു അല്ലെ, വയബ്ദഉ അവർ ആരംഭിക്കുകയാണ്. എന്തിന്? യബ്കൂന കരയാൻ വേണ്ടി തുടങ്ങിയവർ. ബി ആഖിബത്തി എൻ്റെ പര്യവസാനത്തിൽ, എൻ്റെ അവസാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവരൊക്കെ കരയാൻ തുടങ്ങി. വ മസ്വീരി എൻ്റെ മടക്കത്തെക്കുറിച്ച്, ഞാൻ മടങ്ങിപ്പോവാൻ പോവുകയാണ് അല്ലേ, അതിനെക്കുറിച്ച് അവരൊക്കെ ആലോചിച്ചിട്ട് കരയാൻ തുടങ്ങുകയാണ്. ഫഖുൽതു കാല പറഞ്ഞു, ഖുൽതു ഞാൻ പറഞ്ഞു, ലഹും അവരോട് ഞാൻ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു. എന്താ ഞാൻ അവരോട് പറഞ്ഞത്? ഹാ അനദാ ഇതാ ഞാൻ ഉഫാരിക്കും നിങ്ങളെ വേർപിരിയാൻ പോവുകയാണ്. ഫാറക്ക വേർപിരിയല, ഉഫാരിക്കും നിങ്ങളെ ഞാൻ വേർപിരിയുകയാണ്. ഇലൽ അബദി എന്നേക്കുമായിട്ട് ഞാൻ നിങ്ങളെ വിട്ട് പിരിയാൻ പോവുകയാണ്. ഇലയിക്കും നിങ്ങളിലേക്ക്, മിന്നി എന്നിൽ നിന്നും, ബഅ്ലുൽ വസ്വായ ചില ഉപദേശങ്ങൾ ഞാൻ തരികയാണ്. നിങ്ങൾക്ക് ഞാൻ ചില ഉപദേശങ്ങൾ തരികയാണ്. എന്താണ് എൻ്റെ ഉപദേശം? സയ്യിനു നിങ്ങൾ അലങ്കരിക്കുക, നിങ്ങൾ മോടി പിടിപ്പിക്കുക. എന്തിന്? അൽ അർള ഭൂമിയെ, ബിത്തശ്ചീർ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട്, തശ്ചീർ മരങ്ങൾ നടലാണ്, മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് ഭൂമിയെ നിങ്ങൾ അലങ്കരിക്കുക. ഇതാണ് എൻ്റെ വസിയത്ത്. ഫിൽ ഖുറ ഗ്രാമത്തിൽ, വഫി ജവാനിബി ഷാരിഇ പിന്നെ എവിടെയാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടത്? ഷാരിഇ റോഡാണ് അല്ലേ. ജവാനിബി ഷാരിഇ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ വശങ്ങളിൽ മരങ്ങൾ നടണം. ഫിൽ മദീനത്തി എവിടെ? പട്ടണത്തിലെ, ഗ്രാമങ്ങളിലും അതുപോലെ പട്ടണത്തിലെ റോഡുകളുടെ ഇരുവശങ്ങളിലും, അതുപോലെ വഫി മറാഫിക്കിൽ ആമ പിന്നെ എവിടെയാണ്? പൊതു പാർക്കുകളിൽ, പബ്ലിക് പാർക്കുകളിലും മരങ്ങൾ നടണം. വഖൂമു ബി സിക്കായത്തിഹ മരങ്ങൾ നട്ടിട്ട് ഇങ്ങോട്ട് വരരുത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഖൂമു ബി സിക്കായത്തിന് അത് നനക്കണം. നട്ട മരങ്ങൾക്ക് അത് നനച്ച് കൊടുക്കണം. അതിന് വരിആയത്തിഹ അതിനെ സംരക്ഷിക്കണം. റിആയത്തുൻ സംരക്ഷിക്കുക. വഹിയ അത് തൻഷുറു പരത്തുന്നു, അല്ലില്ല തണല്. ഈ മരങ്ങൾ തണല് പരത്തുന്നുണ്ട്, തണല് തരുന്നുണ്ട് അല്ലേ മരങ്ങൾ. അതുകൊണ്ട് മരങ്ങൾ നടണം. അതിന് നട്ട മരങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അതിനെ സംരക്ഷിക്കണം. കാരണം അത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? തണൽ തരുന്നു, വൽഹുറ പച്ചപ്പ് തരുന്നത്, ഫിഹാദിൽ നിന്നും, ഫയബക്ക അത് ബാക്കിയാകുന്നു, അൽജവു അന്തരീക്ഷത്തെ ബാക്കിയാക്കുന്നത്, മുഹത്തദിലൻ സന്തുലിതാവസ്ഥ അന്തരീക്ഷത്തിൽ സന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിൽ നമുക്ക് ആവശ്യമുള്ള ഓക്സിജനൊക്കെ നമുക്ക് തരുന്നു അല്ലെ. ഭൂമിയെ സന്തുലിതമായ അവസ്ഥയിൽ പിടിച്ചു നിർത്തുന്നത് മരങ്ങളാണ്. അതുപോലെ വൽ മാഉ വെള്ളം, നഖിയൻ ശുദ്ധമായ വെള്ളം തരുന്നു മരങ്ങൾ. വത്തുറാബ് മരം, തുറാബ് മന മണ്ണ്, ഹസിബൻ നല്ല ഫലപുഷ്ടമായ മണ്ണ് നമുക്ക് തരുന്നു. വൽ ഐഷു ജീവിതം തരുന്നു, സഈദൻ സന്തുഷ്ടകരമായ ഒരു ജീവിതം നമുക്ക് തരുന്നു അല്ലേ. നമുക്ക് സന്തുഷ്ടകരമായ ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ അന്തരീക്ഷം നല്ലൊരു അവസ്ഥയിൽ ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മരങ്ങൾ നമുക്ക് തരുന്നത്. അതുകൊണ്ട് മരം നട്ടുപിടിപ്പിക്കണമെന്നാണ് നമ്മോട് സംസാരിച്ച ഈ മരം അവസാനമായി നമ്മോട് പറയുന്നത്. ഇങ്ങനെയാണ്. ഇതോടെ നമ്മുടെ പാഠം കഴിഞ്ഞു. ഇനി താഴെ വർക്കുകളുണ്ട്, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്.
നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചോദ്യം മാത്രം നമുക്കിപ്പോൾ വായിച്ചിട്ട് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യും. നക്തശിഫു നമുക്ക് കണ്ടുപിടിക്കാം. മുറാദിഫൻ പര്യായം, മറ്റൊരു വാക്ക് അല്ലേ. കലിമാത്തി താലിയ മിനൻ നസ്വി, പാഠത്തിൽ നിന്നും താഴെ കൊടുത്തിരിക്കുന്ന കലിമത്തിൻ്റെ അതേ അർത്ഥമുള്ള മറ്റൊരു വാക്ക് നമുക്ക് കണ്ടെത്തണം. ഇവിടെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ശത്ത എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായത് എന്നാണ് അർത്ഥം. ശത്ത വ്യത്യസ്തമായത്. നൻസുർ നമുക്ക് സഹായിക്കാം. അപ്പോൾ ഇതേ അർത്ഥമുള്ള മറ്റൊരു വാക്ക് പാഠത്തിൽ ഉണ്ടാവും. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഗന്ന പാട്ടുപാടി, തഖദ്ദും പുരോഗതി, ഖറിയത്ത് ഗ്രാമം, ഖറിയത്തുൻ ഗ്രാമം, റീഹുൻ ശദീദത്തുൻ ശക്തമായ കാറ്റ്, ഹയാത്തുൻ ജീവിതം, ഹിമായത്ത് സംരക്ഷണം. ഇപ്പോൾ നിങ്ങൾ നോട്ടിൽ 2 കോളം വരച്ചിട്ട് ഒന്നാമത്തെ കോളത്തിൽ ശത്ത എന്ന് എഴുതുക. ഇതേ അർത്ഥമുള്ള മറ്റൊരു വാക്ക് പാഠത്തിൽ നിന്നും കണ്ടുപിടിച്ചിട്ട് അടുത്ത കോളത്തിൽ എഴുതണം. അപ്പോൾ നിങ്ങൾ ഇതും എഴുതിയിട്ട് എനിക്ക് കാണിച്ചു തരിക, എനിക്ക് അയച്ചു തരണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നഹ്നു നൽഖാ ബഅദ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.